ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിൽ മലയാളിയായ IS ഭീകരൻ കൊല്ലപ്പെട്ടു. തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റാണ് മലയാളി കൊല്ലപ്പെട്ട വിവരം പുറത്തുവിട്ടത്. അബൂബക്കർ അൽ ഹിന്ദി എന്ന IS രേഖയിൽ പറയുന്ന ഇയാളുടെ യഥാർത്ഥ വിവരങ്ങൾ കണ്ടെത്താൻ ദേശീയ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം തുടങ്ങി. IS പുറത്തുവിട്ട രേഖയിലാണ് മലയാളിയായ എഞ്ചിനീയർ ലിബിയയിൽ നടന്ന പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടതായി പറയുന്നത്. ക്രൈസ്തവ വിശ്വാസിയായിരുന്ന ഇയാൾ ഗൾഫിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. നേരത്തെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും മരിച്ച മലയാളികളായ IS തീവ്രവാദികളുടെ യഥാർത്ഥ പേരുകൾ സംഘടന പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖയിൽ മലയാളിയായ അബൂബക്കർ അൽ ഹിന്ദി എന്ന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ ധനിക ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഇയാൾ ജനിച്ചത്. ഗൾഫിൽ ജോലിക്കായി എത്തുന്നതിന് മുമ്പ് ബംഗളൂരുവിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഗൾഫിലായിരുന്നപ്പോൾ ഷോപ്പിങ്ങിനിടെ ലഭിച്ച ഒരു ലഘുലേഖയിലൂടെയാണ് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. മുസ്ലിം വിശ്വാസികൾ യേശുവിൽ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്നറിഞ്ഞത് ഇയാളെ ഇസ്ലാമിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഇതോടെ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു. അമേരിക്കയിലെ തീവ്ര ഇസ്ലാം മത പ്രചാരകനായിരുന്ന അൻവർ അൽ അവ്ലാഖിയുടെ പ്രഭാഷണങ്ങളാണ് ഇയാളെ ISലെത്തിക്കുന്നത്. ഗൾഫിൽ നിന്ന് നേരിട്ട് സിറിയയിലേക്ക് കടക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. എന്നാൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായുള്ള കരാർ തീർന്നതിനാൽ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി. പിന്നീട് IS പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ലിബിയയിലേക്ക് പോവുകയായിരുന്നു. പാസ്പോർട്ടിലെ ക്രിസ്ത്യൻ പേരും എഞ്ചിനീയർ യോഗ്യതയും എളുപ്പത്തിൽ ലിബിയയിലെത്താൻ സഹായിച്ചു. ലിബിയയിലെത്തി 3 മാസത്തിന് ശേഷമാണ് അബൂബക്കർ കൊല്ലപ്പെടുന്നതെന്ന് IS പുറത്തുവിട്ട രേഖയിൽ പറയുന്നു. എന്നാൽ സുരക്ഷാ ഏജൻസികൾ ഇതുവരെ കൊല്ലപ്പെട്ട മലയാളിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ പറയുന്ന സംഭവങ്ങൾ എന്നാണ് നടന്നതെന്നും വ്യക്തമല്ല. സിറിയയിൽ ശക്തമായ തിരിച്ചടി നേരിട്ടതോടെയാണ് IS പ്രവർത്തന മേഖല ലിബിയയിലേക്ക് മാറ്റിയത്. നേരത്തെ ISൽ ചേർന്ന മലയാളികളെല്ലാം സിറിയയിലായിരുന്നു എത്തിച്ചേർന്നത്. 2014 ലിബിയയിൽ IS പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ നിരവധി ആക്രമണങ്ങളിൽ മലയാളിയായ ഭീകരവാദി പങ്കെടുത്തതായി IS ഉൾപ്പെടുത്തിയിരുന്നു. വിവിധ രാജ്യങ്ങളിലുണ്ടായ ഏറ്റുമുട്ടലിൽ മലയാളികളായ 18ഓളം IS തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.